Hi, welcome to CC Plus. I am Revati Babu. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് 10th CBSE മെയിൻ എക്സാമിന് മലയാളം സബ്ജക്റ്റിൽ നിന്ന് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. എന്താണ് ടോപ്പിക്ക്? അങ്കിവാക്യം, അംഗവാക്യം. ഇത് എല്ലാ എക്സാമിനും ചോദിക്കും. ഒരു എ ക്വസ്റ്റ്യൻ ആയിട്ടോ ഓപ്ഷൻ ഉണ്ടായിരിക്കുമല്ലോ നിങ്ങൾക്ക്, അതിൽ എയോ ബിയോ ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഒരു ഭാഗം തന്നിട്ട് അതിലെ അംഗവാക്യം ഏതാണ് അങ്കിവാക്യം ഏതാണ് എന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് വരുന്നതാണ്. അപ്പോൾ അങ്കിവാക്യം എന്ന് പറയുന്നതാണ് മെയിൻ ക്ലോസ് എന്ന് പറയുന്നത്. മെയിൻ ക്ലോസ്. അംഗവാക്യമാണ് സബോർഡിനേറ്റ് അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് ക്ലോസ് എന്ന് പറയുന്നത്. ഇനി നമുക്കത് എന്താണെന്ന് നോക്കാം. മലയാളത്തിൽ അങ്കിവാക്യം മെയിൻ ക്ലോസ് എന്നാൽ സ്വതന്ത്രമായി പൂർണ്ണ അർത്ഥം നൽകുന്ന പ്രധാന വാക്യമാണ്. അതിൽ കർത്താവും പൂർണ്ണക്രിയയും ഉണ്ടാകും. അംഗവാക്യം സബോർഡിനേറ്റ് അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് ക്ലോസ് ആണ്. ഇതിനെന്താണ്? എന്നാൽ പൂർണ്ണ അർത്ഥം നൽകാതെ പ്രധാന വാക്യത്തെ ആശ്രയിച്ചു നിൽക്കുന്ന ഉപവാക്യമാണ്. ഉദാഹരണത്തിന്, അധ്യാപകൻ ക്ലാസ് തുടങ്ങിയിരിക്കുന്നു. അങ്കിവാക്യം എന്നത് ഞാൻ സ്കൂളിൽ എത്തിയപ്പോൾ എന്നുള്ളതും അംഗവാക്യം എന്നത് വിശദീകരണവുമാണ്. ഇപ്പോൾ പ്രധാനപ്പെട്ടതാണ് എന്ത്? പ്രധാനപ്പെട്ടതാണ് മെയിൻ ക്ലോസ് എന്ന് പറയുന്നതാണ് അങ്കിവാക്യം. മെയിനായിട്ട് അവിടെ നടക്കുന്ന, നമുക്ക് തന്നേക്കുന്ന സിറ്റുവേഷനിൽ മെയിനായിട്ട് നടക്കുന്ന മെയിൻ ക്ലോസ് ആണ്. അത് മാത്രം നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. പ്രധാനപ്പെട്ടതാണ് മെയിൻ ക്ലോസ് ആണ് അങ്കിവാക്യം. അതിനോട് ചേർന്ന് അതിനൊരു അർത്ഥം നൽകാൻ വേണ്ടിയിട്ട് ഇവിടെ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. ഞാൻ സ്കൂളിൽ എത്തിയപ്പോൾ അധ്യാപകൻ ക്ലാസ് തുടങ്ങിയിരുന്നു എന്നുള്ളതിൽ ഞാൻ സ്കൂളിൽ എത്തിയപ്പോൾ എന്നുള്ളത് അതിനൊരു സബോർഡിനേറ്റ്, ഒരു ഡിപ്പെൻഡന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു വാക്കാണ്. ഞാൻ സ്കൂളിൽ എത്തിയപ്പോൾ അധ്യാപകൻ ക്ലാസ് തുടങ്ങിയിരുന്നു എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട പോയിന്റ്, മെയിൻ ക്ലോസ് എന്ന് പറയുന്നത്. ഒരു കുട്ടി ക്ലാസ്സിൽ വന്നാലും വന്നില്ലെങ്കിൽ അധ്യാപകൻ ക്ലാസ് തുടങ്ങും അല്ലേ? അപ്പോൾ അതിൽ പ്രധാനപ്പെട്ടത്, അല്ലാതെ ഇത്രയും കുട്ടികളേ ഉള്ളൂ, ബാക്കി കുട്ടികൾ 2 കുട്ടികൾ വരാനുണ്ട്, അപ്പോൾ തുടങ്ങാം എന്ന് വിചാരിച്ച് ക്ലാസ് ടൈം കുറച്ചും കൂടി നീട്ടിവെക്കുവോ? ഇല്ല. അധ്യാപകൻ ആര് വന്നാലും വന്നില്ലെങ്കിലും കറക്റ്റ് ടൈമിൽ ക്ലാസ് തുടങ്ങും. അപ്പോൾ മെയിൻ ആയിട്ട് വന്നേക്കുന്നത് അവിടെ എന്താണ്? അധ്യാപകൻ ക്ലാസ് തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് അവിടെ മെയിൻ ആയിട്ട് വന്നേക്കുന്നത്. അതാണ് അങ്കിവാക്യം എന്ന് പറയുന്നത്. മെയിൻ ക്ലോസ് ആണ് അങ്കിവാക്യം. പ്രധാനപ്പെട്ടതാണ് എന്ത്? അങ്കിവാക്യം. ഇനി അതിനൊരു അധ്യാപകൻ ക്ലാസ് തുടങ്ങിയിരിക്കുന്നു എന്ന് മാത്രം പറഞ്ഞ് അതിലൊരു അർത്ഥമുണ്ടോ? ഇല്ല. മീനിങ് ഫുൾ ആയിട്ടില്ല അല്ലെ? അതിനൊരു അർത്ഥം വരണം. അതിനു വേണ്ടിയിട്ട് അതിനോട് ചേർന്ന് ഡിപ്പെൻഡന്റ് ആയിട്ട് നിൽക്കുന്നതാണ് എന്ത്? ഞാൻ സ്കൂളിൽ എത്തിയപ്പോൾ. അതാണ് എന്ത്? അംഗവാക്യം. അപ്പോൾ അങ്കിവാക്യവും അംഗവാക്യവുമാണ് നമ്മൾ പഠിച്ചത്. അങ്കിവാക്യം എന്ന് പറയുന്നത് മെയിൻ ക്ലോസ്, അതുപോലെ തന്നെ അംഗവാക്യം എന്ന് പറയുന്നത് എന്താണ്? ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന വാക്യത്തെയാണ് നമ്മൾ അംഗവാക്യം എന്ന് പറയുന്നത്. അങ്കിവാക്യം മെയിൻ ക്ലോസ് വാക്യത്തിലെ പ്രധാന ആശയത്തെ പൂർണ്ണമായി പ്രകടിപ്പിക്കുന്നു. ഇതിന് മറ്റൊന്നിന്റെയും സഹായം ആവശ്യമില്ല. ഉദാഹരണം, മരം തളിർത്തു. കണ്ടോ? ഇതിന് മറ്റൊന്നിന്റെ ആവശ്യമില്ല, അതിൽ തന്നെ അർത്ഥമുണ്ടായിരിക്കും. ഒരു ഒറ്റ വാക്ക്, ഒരു ഒറ്റ പ്രധാന പദമായിരിക്കും, മെയിൻ ആയിട്ട് അതിൽ നിൽക്കുന്നതായിരിക്കും എന്ത്? അംഗവാക്യം എന്ന് പറയുന്നത്. അതിനാരും ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അതിനൊരു അർത്ഥമുണ്ട്, അത് ഒറ്റയ്ക്ക് നിൽക്കുന്നു, പ്രധാനപ്പെട്ടത്. ഇനി അംഗവാക്യം എന്താണ്? സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് ക്ലോസ് എന്ന് പറയുന്നത് എന്താണ്? അങ്കിവാക്യത്തിന് സഹായകമായി നിൽക്കുന്നു. കർത്താവ്, കർമ്മം, ക്രിയ എന്നിവയിൽ ഒന്നിനെ വിശേഷിപ്പിക്കുന്നു. പൂർണ്ണ അർത്ഥം ലഭിക്കാൻ അങ്കിവാക്യത്തെ ആശ്രയിക്കുന്നു. ഉദാഹരണം, അമ്മ അടിച്ചതുകൊണ്ട് എന്നത് അവൾ വാവിട്ട് കരഞ്ഞു എന്ന അങ്കിവാക്യത്തെ ആശ്രയിച്ചിരിക്കുന്നു. അപ്പോൾ അമ്മ അടിച്ചതുകൊണ്ട് അവൾ വാവിട്ട് കരഞ്ഞു. അപ്പോൾ അവൾ വാവിട്ട് കരഞ്ഞു എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. മെയിൻ ക്ലോസ് എന്ന് പറയുന്നത് അവൾ വാവിട്ട് കരഞ്ഞു എന്നുള്ളതാണ്. അതാണ് അവിടുത്തെ എന്ത്? അവിടുത്തെ അങ്കിവാക്യം എന്ന് പറയുന്നത് അവൾ വാവിട്ട് കരഞ്ഞു എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ്? അതിനൊരു മീനിങ് കിട്ടാൻ വേണ്ടിയിട്ട്, നമ്മൾ എന്തിനാണ് ആ കുട്ടി കരഞ്ഞത്, അതിനൊരു മീനിങ് കിട്ടാൻ വേണ്ടിയിട്ട് അതിനോട് ചേർന്ന് നിൽക്കുന്ന, ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു വാക്യം കൂടി വരും. എന്തുകൊണ്ടാണ്? അമ്മ അടിച്ചത് കൊണ്ട്. അതാണ് എന്ത്? അംഗവാക്യം. അപ്പൊ നിങ്ങൾ ഇത്രയും കാര്യം മാത്രം മനസ്സിലാക്കി വെക്കുക. അംഗവാക്യവുമുണ്ട് അങ്കിവാക്യവുമുണ്ട് അല്ലേ? അങ്കിവാക്യം എന്ന് പറയുന്നതാണ് എന്ത്? മെയിൻ ക്ലോസ്. അത്തരം കാര്യം മനസ്സിലാക്കുക. നമുക്ക് തന്നേക്കുന്ന ആ ക്വസ്റ്റ്യനിൽ മെയിൻ ആയിട്ട് നിൽക്കുന്നത് എന്താണോ അതാണ് അങ്കിവാക്യം, മെയിൻ ക്ലോസ്. ഇനി അംഗവാക്യം, നമ്മുടെ വീട്ടിലെ നമ്മളോട് കൂടെ താമസിക്കുന്നവരാണ് നമ്മുടെ അംഗങ്ങളല്ലേ? വീട്ടിലുള്ള മറ്റു അംഗങ്ങൾ, മെമ്പേഴ്സ് അല്ലേ? അപ്പൊ നമ്മുടെ കൂടെ നമ്മളോട് കൂടി ചേർന്ന് താമസിക്കുന്ന അംഗങ്ങൾ വെച്ചിട്ട് നമ്മൾ ആലോചിക്കുക. നമ്മുടെ കൂടെയുള്ള മെമ്പേഴ്സിനെ, വീട്ടിലെ മെമ്പേഴ്സിനെ വെച്ച് ആലോചിക്കുക. അംഗവാക്യം കൂടെ നിൽക്കുന്ന, കൂടെ താമസിക്കുന്ന അല്ലേ? നമ്മുടെ കൂടെ ഉള്ള
അംഗങ്ങൾ എന്നുള്ള ഒരു ഉദാഹരണത്തിന് ഒരു എക്സാമ്പിൾ ആയിട്ടാണ് അത് പറഞ്ഞത്. അപ്പൊ ആ അംഗങ്ങളെ വെച്ചിട്ട് ആലോചിക്കുക നമ്മുടെ കൂടെ നിൽക്കുന്ന. അപ്പോൾ അങ്കിവാക്യത്തിനോട് കൂടെ നിൽക്കുന്നതാണ് എന്ത്? അങ്കിവാക്യത്തിനോട് കൂടെ നിൽക്കുന്നതാണ് അംഗവാക്യം. അപ്പൊ അംഗങ്ങൾ എന്നുള്ള ഒരു വേർഡ് വെച്ചിട്ട് നിങ്ങളത് ആലോചിക്കുക. നമ്മുടെ വീട്ടിലെ അംഗങ്ങളാണ് നമ്മുടെ വീട്ടിലെ മറ്റുള്ള മെമ്പേഴ്സ് അല്ലേ, അവരെല്ലാം നമ്മളോട് കൂടെ ചേർന്ന് ജീവിക്കുന്നു. അതുപോലെ തന്നെ അങ്കിവാക്യത്തോട് കൂടെ ചേർന്ന് നിൽക്കുന്ന ഒരു മീനിങ് ലഭിക്കാൻ വേണ്ടി കൂടെ ചേർന്ന് നിൽക്കുന്നതാണ് എന്ത്? അംഗവാക്യം എന്ന് പറയുന്നത്. അംഗങ്ങൾ എന്നുള്ള വാക്ക് വെച്ച് അത് ഓർത്തു വെക്കുക. ഉദാഹരണങ്ങൾ നോക്കിക്കേ. അധ്യാപകൻ ക്ലാസ് തുടങ്ങിയിരിക്കുന്നു, അങ്കിവാക്യം. ഞാൻ സ്കൂളിൽ എത്തിയപ്പോൾ എന്നത് അംഗവാക്യം. നമ്മൾ ആദ്യം പറഞ്ഞതാണല്ലേ. അധ്യാപകൻ ക്ലാസ് തുടങ്ങിയിരിക്കുന്നു, ഞാൻ സ്കൂളിൽ എത്തിയപ്പോൾ. ഞാൻ സ്കൂളിൽ എത്തിയപ്പോൾ എന്താണ് സംഭവിച്ചത്? അധ്യാപകൻ ക്ലാസ് തുടങ്ങിയിരിക്കുന്നു. അതിലേതാണ് അങ്കിവാക്യം? മെയിൻ ക്ലോസ് എന്ന് പറയുന്നത് അധ്യാപകൻ ക്ലാസ് തുടങ്ങിയതാണ്. അതിലെ അംഗവാക്യമാണ് കൂടെ ചേർന്ന് നിൽക്കുന്ന. അംഗങ്ങൾ എന്ന വേർഡ് വെച്ച് ഓർക്കാൻ പറഞ്ഞു. കൂടെ നിൽക്കുന്ന, ഡിപ്പെൻഡഡ് ആയി നിൽക്കുന്ന ആ ഒരു വേർഡാണ് എന്ത്? ഞാൻ സ്കൂളിൽ എത്തിയപ്പോൾ എന്നുള്ളത്. നെക്സ്റ്റ് എന്താ? അവൾ വാവിട്ട് കരഞ്ഞു, അങ്കിവാക്യം. അമ്മ അടിച്ചതുകൊണ്ട്, അംഗവാക്യം. അപ്പോ അവൾ വാവിട്ട് കരഞ്ഞു എന്നുള്ളതാണ് എന്ത്? അവൾ വാവിട്ട് കരഞ്ഞു എന്നുള്ളതാണ് എന്ത്? അങ്കിവാക്യം, മെയിൻ ക്ലോസ്. എന്തുകൊണ്ടാണ്? അമ്മ അടിച്ചത് കൊണ്ട്. അതാണ് ചേർന്ന് ഡിപ്പെൻഡ് ആയിട്ട് നിൽക്കുന്നത് എന്ത്? അമ്മ അടിച്ചത് കൊണ്ട്. അതാണ് അംഗവാക്യം എന്ന് പറയുന്നത്. അടുത്തത് രാവണൻ അവിടെ എത്തി എന്നുള്ളതാണ് അങ്കിവാക്യം. സീത അശോകവനത്തിൽ ദുഃഖിച്ചിരുന്നപ്പോൾ രാവണൻ അവിടെ എത്തി. രാവണൻ അവിടെ എത്തിയതാണെന്ത്? അങ്കിവാക്യം എന്ന് പറയുന്നത്, മെയിൻ ക്ലോസ് എന്ന് പറയുന്നത്. സീത അശോകവനത്തിൽ ദുഃഖിച്ചിരുന്നപ്പോൾ, സീത അശോകവനത്തിൽ ഉള്ളതാണ്, ഓൾറെഡി അവിടെ ഉണ്ട് അല്ലെ, ദുഃഖിച്ചിരിക്കുകയാണ്. ദുഃഖിച്ചിരുന്ന ഒരു സമയത്താണ് എന്ത്? രാവണൻ വന്നത്. രാവണൻ അവിടെ വന്നതാണ് മെയിൻ ക്ലോസ് എന്ന് പറയുന്നത്. ഇനി സീത അശോകവനത്തിൽ ദുഃഖിച്ചിരുന്നപ്പോൾ എന്നുള്ളതാണ് എന്ത്? ഡിപ്പെൻഡഡ് ആയിട്ട് നിൽക്കുന്ന അംഗവാക്യം. ഇവിടെ നിങ്ങൾക്ക് മാറിപ്പോകാൻ സാധ്യതയുള്ളത് ഈ അംഗവാക്യവും അങ്കിവാക്യവും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും അല്ലെ. അതുകൊണ്ടാണ് മിസ് ആദ്യമേ തന്നെ പറഞ്ഞത് അങ്കിവാക്യം എന്ന് പറയുന്നതാണ് മെയിൻ ക്ലോസ്. അതിൽ അംഗവാക്യമാണ് ഡിപ്പെൻഡഡ് ആയിട്ട് നിൽക്കുന്ന ക്ലോസ് അല്ലെ. അപ്പൊ ഈ അംഗങ്ങൾ എന്നത് വെച്ച് ആലോചിക്കാൻ പറഞ്ഞത് അതുകൊണ്ടാണ്. നമ്മുടെ വീട്ടിലെ മെമ്പേഴ്സ്, നമ്മളോട് കൂടെ ചേർന്ന് നമ്മളോട് കൂടെ താമസിക്കുന്നവരാണ് നമ്മുടെ വീട്ടിലെ അംഗങ്ങൾ അല്ലെ. അതുപോലെ തന്നെ അങ്കിവാക്കിനോട് ചേർന്ന് നിൽക്കുന്ന, അതിനൊരു മീനിങ് കിട്ടാൻ വേണ്ടിയിട്ട് അതിനോട് ഡിപ്പെൻഡഡ് ആയിട്ട് ചേർന്ന് നിൽക്കുന്നവരാണ്. ഇപ്പൊ നമ്മുടെ അച്ഛനും അമ്മയായിരിക്കും നമ്മളെ പഠിപ്പിക്കുന്നതൊക്കെ. അപ്പൊ അവരോട് നമ്മൾ ഡിപ്പെൻഡഡ് ആണല്ലേ. അതുപോലെ തന്നെ ഈ അങ്കിവാക്യത്തിനോട്, മെയിൻ ക്ലോസിനോട് ഡിപ്പെൻഡഡ് ആയി നിൽക്കുന്നതാണ് എന്ത്? അംഗവാക്യം. അതുകൊണ്ടാണ് അംഗങ്ങൾ എന്നുള്ള രീതിയിൽ പഠിക്കാൻ പറഞ്ഞത്. നമ്മുടെ വീട്ടിലെ മെമ്പേഴ്സ് എന്നുള്ള രീതിയിൽ, അംഗങ്ങൾ എന്നുള്ള രീതിയിൽ നിങ്ങൾ അംഗവാക്യം പഠിക്കുക. അംഗവാക്യം ഡിപ്പെൻഡഡ് ആണെന്ന് പഠിക്കുക. അങ്കിവാക്യം എന്ന് പറയുന്നത് മെയിൻ ക്ലോസ് ആണെന്നും പഠിച്ചാൽ നിങ്ങൾക്ക് ഏതൊരു ആൻസറും ഇതിലൂടെ ചെയ്യാൻ പറ്റും. കറക്റ്റ് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും പരീക്ഷയ്ക്ക്. ഇത് മെയിനായിട്ട് ചോദിക്കുന്നതാണ്. ഇനിയും നമുക്ക് കഴിഞ്ഞ എക്സാമിന് 10th ക്ലാസ്സിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നൊരു ക്വസ്റ്റ്യൻ ആണിത്. എന്താണ്? അംഗവാക്യം, അങ്കിവാക്യം എന്നിവ വേർതിരിച്ചെഴുതുക എന്നാണ് ചോദിച്ചേക്കുന്നത്. ഇത് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ളതാണ് കേട്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? വേദങ്ങൾ പ്രമാണമാണെങ്കിൽ ഞാൻ അക്ഷയ ലോകങ്ങൾ നേടിയിരിക്കുന്നു. ഇവിടെ ഏതാണ് അങ്കിവാക്യം? അങ്കിവാക്യം എന്ന് പറയുന്നത് മെയിൻ ക്ലോസ് ആണല്ലേ. അക്ഷയ ലോകങ്ങൾ, ഞാൻ അക്ഷയ ലോകങ്ങൾ നേടിയിരിക്കുന്നു എന്നുള്ളതാണ് എന്ത്? മെയിൻ ക്ലോസ് അല്ലേ. അവിടെ മെയിൻ ആയിട്ടുള്ളത് എന്താ? അയാള് അക്ഷയ ലോകങ്ങൾ നേടിയിരിക്കുകയാണ്. അതാണ് അവിടുത്തെ മെയിൻ പോയിന്റ്, മെയിൻ ക്ലോസ്. അതാണ് അങ്കിവാക്യം. ഇനി അംഗവാക്യം ചേർന്ന് നിൽക്കുന്നത് ഏതാന്ന് നോക്കാം. വേദങ്ങൾ പ്രമാണമാണെങ്കിൽ എന്നുള്ളതാണ് എന്ത്? അവിടെ അംഗവാക്യം ഡിപ്പെൻഡഡ് ആയിട്ട് നിൽക്കുന്നത്. ഇനി നെക്സ്റ്റ് എന്താ? ദ്രൗണിയെ കണ്ടറിഞ്ഞു ചാടി എഴുന്നേൽക്കാൻ ഭാവിക്കുമ്പോഴേക്കും ദ്രൗണി അയാളുടെ തലമുടിക്ക് പിടിച്ച് വലിച്ച് താഴെയിട്ട് ചവിട്ടി. ഇവിടെ മെയിൻ ആയിട്ട് അവിടെ നടന്നത് എന്താണ്? ദ്രൗണി അയാളുടെ തലമുടി പിടിച്ചു വലിച്ച് താഴെയിട്ട് ചവിട്ടി എന്നുള്ളതാണ് മെയിൻ ക്ലോസ്. ആ നടന്ന സംഭവത്തിലെ മെയിൻ ക്ലോസ് അതാണ്. ദ്രൗണി അയാളുടെ തലമുടിക്ക് പിടിച്ച് വലിച്ച് താഴെയിട്ട് ചവിട്ടി. അതാണ് മെയിൻ ആയിട്ടുള്ള ക്ലോസ്. ആ ഒരു സെന്റൻസിലെ മെയിൻ ക്ലോസ് എന്ന് പറയുന്നത്. അങ്കിവാക്യം എന്ന് പറയുന്നത് എന്താണ്? അതാണ്. ഇനി അതിനോട് ചേർന്ന് ഡിപ്പെൻഡഡ് ആയി നിൽക്കുന്ന അംഗവാക്യം ഏതാണെന്ന് നോക്കാം. ഏതാണ്? ദ്രൗണിയെ കണ്ടറിഞ്ഞ് ചാടി എഴുന്നേൽക്കാൻ ഭാവിക്കുമ്പോഴേക്കും എന്നുള്ളതാണ് എന്ത്? എന്നുള്ളതാണ് അവിടെ അംഗവാക്യമായിട്ട് വരുന്നത്. മെയിൻ ആയിട്ടുള്ളത്
ഇതാണ്. ദ്രൗണി അയാളുടെ തലമുടിക്ക് പിടിച്ച് വലിച്ച് താഴെയിട്ട് ചവിട്ടി എന്നുള്ളതാണ് എന്ത് മെയിൻ ആയിട്ട് വരുന്നത്. ഇനി അതിനോട് കൂടെ നിൽക്കുന്നതാണ് ദ്രൗണിയെ കണ്ടെറിഞ്ഞ് ചാടി എഴുന്നേൽക്കാൻ ഭാവിക്കുമ്പോഴേക്കും എന്നുള്ളതാണ് എന്ത് ചേർന്ന് നിൽക്കുന്നത്. അപ്പൊ ഇതേപോലെ നിങ്ങൾ ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കണം. കുറച്ച് പാടായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നും, പക്ഷേ ശരിക്കും ഈസിയാണ്. എങ്ങനെയാണ് ഇത് പഠിക്കേണ്ടത്? മെയിൻ ആയിട്ടുള്ളത് എന്താണെന്നും കൂടെ ചേർന്ന് നിൽക്കുന്നത് എന്താണെന്നും നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. മെയിൻ ക്ലോസ് ആണ് അങ്കിവാക്യം. ഇനി ഡിപ്പെൻഡഡ് ആയി നിൽക്കുന്നതാണ് അംഗവാക്യം, അംഗങ്ങൾ എന്നുള്ള രീതിയിൽ. നമ്മുടെ അച്ഛനും അമ്മയോടൊക്കെ ഡിപ്പെൻഡഡ് ആയി നിൽക്കുന്നത് പോലെ, നമുക്ക് ജോലിയൊന്നും ഇല്ലാത്തപ്പോൾ നമ്മൾ സ്കൂളിലൊക്കെ പോകുമ്പോൾ നമ്മുടെ ചിലവും കാര്യങ്ങളൊക്കെ നോക്കുന്നത് അവരായിരിക്കും. അപ്പോൾ അവരോട് ഡിപ്പെൻഡഡ് ആയിട്ടായിരിക്കും നമ്മൾ നിൽക്കുന്നതല്ലേ. അതുപോലെ ഇനി നമ്മൾ വലുതായി നമുക്ക് കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ആ കുഞ്ഞുങ്ങളെ ഇങ്ങനെ നോക്കുമ്പോൾ അവർ നമ്മളോട് ഡിപ്പെൻഡഡ് ആയിട്ട് നിൽക്കും. അപ്പോൾ അതൊരു എക്സാമ്പിൾ ആയിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അതേപോലെയാണ് ഇവിടെയും അംഗങ്ങൾ എന്നുള്ള രീതിയിൽ അംഗവാക്യം പഠിക്കാൻ അതുകൊണ്ടാണ് മിസ് പറഞ്ഞത്. അപ്പോൾ അങ്കിവാക്യം എന്ന് പറയുന്നതാണ് മെയിൻ ക്ലോസ്, അംഗവാക്യമാണ് ഡിപ്പെൻഡഡ് ക്ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എക്സാമിന് ആൻസർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങളത് ആദ്യം വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയത് അതിൽ മെയിൻ പോയിന്റ്, ഇവിടെ മെയിൻ ആയിട്ട് എന്താണ് വന്നേക്കുന്നത് അതായിരിക്കും അവിടുത്തെ അങ്കിവാക്യം. ഇനി അത് എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് എന്നൊക്കെ അതിനൊരു മീനിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു വേർഡ്, ഒരു സെന്റൻസ് ഉണ്ടായിരിക്കും. വേർഡോ സെന്റൻസോ എന്തെങ്കിലും ഉണ്ടായിരിക്കും. അതായിരിക്കും അവിടുത്തെ അംഗവാക്യം. ഇപ്പൊ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ വേദങ്ങൾ പ്രമാണമാണെങ്കിൽ ഞാൻ അക്ഷയ ലോകങ്ങൾ നേടിയിരിക്കുന്നു, എന്നുള്ളതാണ് അവിടുത്തെ മെയിൻ കാര്യം എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ അത് തന്നെയാണ് അവിടുത്തെ അങ്കിവാക്യം. ഇനി വേദങ്ങൾ പ്രമാണമാണെങ്കിൽ അതിനൊരു മീനിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ ഒരു സെന്റൻസ് അവിടെ ആഡ് ചെയ്തേക്കുന്നത്. ആ മീനിങ് കിട്ടാൻ ആഡ് ചെയ്തേക്കുന്ന ആ ഒരു സെന്റൻസ് ആണ്, ആ ചേർന്ന് നിൽക്കുന്ന ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആ സെന്റൻസ് ആണ് അംഗവാക്യം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് നോക്കിയത് അങ്കിവാക്യം മെയിൻ ക്ലോസ്, അതുപോലെ അംഗവാക്യം സബോർഡിനേറ്റ് അല്ലെങ്കിൽ ഡിപ്പെൻഡന്റ് ക്ലോസ് ആണ് നമ്മൾ നോക്കിയത്. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് ഇനി നമുക്ക് വരാം. നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ മലയാളം എക്സാം വളരെ നന്നായിട്ട് തന്നെ നല്ല മാർക്കോടുകൂടി പാസ്സാവാൻ വേണ്ടി എല്ലാവർക്കും സാധിക്കും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഓരോന്നും മനസ്സിലാക്കി പഠിക്കുക. ഇതിങ്ങനെയാണ്, കാണുമ്പോൾ ഇത് ഭയങ്കര പാടാണല്ലോ, ഇത് പഠിക്കാൻ പറ്റുന്നില്ലല്ലോ, ഇത് എന്താ വാക്കുകളൊന്നും മനസ്സിലാവില്ലല്ലോ എന്ന് വിചാരിക്കരുത്. ആ ക്വസ്റ്റ്യൻ എന്താണ് എന്ന് നോക്കി പഠിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ നമ്മുടെ CBSE ഫൈനൽ എക്സാം റിവിഷൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ക്ലാസ് 5 to 10 ആണ്. 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകൾക്കാണ് 1-to-1 ട്യൂഷൻ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏതൊക്കെ സബ്ജക്ട്സ് ആണ്? ഇംഗ്ലീഷ്, മലയാളം, സയൻസ്, മാത്സ്, സോഷ്യൽ സയൻസ്, ഹിന്ദി എന്നീ സബ്ജക്റ്റുകൾക്കാണ് നമ്മൾ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ജോയിൻ ചെയ്യാൻ വേണ്ടി താല്പര്യമുള്ളവർ എന്താ ചെയ്യേണ്ടത്? താഴെ കാണുന്ന ഈ നമ്പറിൽ 9496949929 എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ച ടോപ്പിക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം. എന്തെങ്കിലും മനസ്സിലാവണ്ടോ, എന്തെങ്കിലും ഇനിയും കൂടുതലായിട്ട് ഏതെങ്കിലും ടോപ്പിക്ക് അറിയാൻ ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുക. അപ്പോൾ അടുത്തൊരു ടോപ്പിക്കായിട്ട് ഇനി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.